അകത്ത് കിടക്കുന്നവനെ ഉറക്കത്തിലാണെന്നാ തോന്നുന്നത്. അവൻ ഉണർന്നു കഴിഞ്ഞാലുണ്ടല്ലോ കണ്ണൻ ഇവിടുന്ന് ചെവിയും പൊത്തിപ്പിടിച്ചോണ്ട് പോകേണ്ടി വരും. അതുപോലെ ആയിരിക്കും ഈ വൃത്തികെട്ട സംസാരം കൊണ്ട് അഭിഷേകം നടത്തുന്നത്. അങ്ങനെയെങ്കിൽ കരുണയുടെ അച്ഛനെ ഏതെങ്കിലും നല്ലൊരു ഡോക്ടറെ കാണിച്ച് ചികിത്സിച്ചൂടെ? ഓ, ചികിത്സിപ്പിക്കണം. അവനെ ഏതെങ്കിലും ഒരു ആശുപത്രിയിൽ കൊണ്ടിട്ടേ പറ്റൂ. നന്നായിട്ട് ചികിത്സിപ്പിക്കണം. അങ്ങനെയെങ്കിൽ തോമസ് സാറിന്റെ അടുത്തേക്ക് കൊണ്ടുവന്നേ നല്ലത്. അദ്ദേഹത്തിന്റെ മരുന്ന് അകത്തേക്ക് ചെന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ഈ അവസ്ഥയ്ക്ക് മാറ്റം ഉണ്ടാവും. അത് ശരിയമ്മേ. എന്ത് ശരിയാന്ന്? തോമസ് വൈദ്യൻ ആയുർവേദ ഡോക്ടറല്ലേ? അവിടെ കൊണ്ടുപോയതുകൊണ്ട് ഒരു മെച്ചം ഉണ്ടാവില്ല. അദ്ദേഹത്തിന്റെ മരുന്നുകൾക്കൊക്കെ അത്ഭുത സിദ്ധിയുള്ള കൂട്ടത്തിലാ. അത് മോനെ, ഇവനെ ഉണ്ടല്ലോ ഏതെങ്കിലും ഒരു മനഃശാസ്ത്ര വിദഗ്ധരെ കാണിക്കുന്നതാണ് നല്ലത്. അല്ലാതെ ഈ തോമസ് വൈദ്യന്റെ അടുത്തൊന്നും ഇത് നിൽക്കൂല. ഞാൻ സത്യം പറഞ്ഞ ഇങ്ങോട്ട് വന്നത് കരുണയുടെ അച്ഛനെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് തന്നെയാ. കരുണയുടെ അച്ഛന് എന്നോടെന്തോ പറയാനുണ്ട്. അതിനു വേണ്ടിയിട്ട് ഒരുപാട് തവണ അങ്ങേരെ ശ്രമിച്ചതാ. മോനോട് എന്താ പറയാൻ പോകുന്നതെന്ന് ഞങ്ങള് പറഞ്ഞല്ലോ. പിന്നെ ചടങ്ങിന് അവിടെ ഉണ്ടായിരുന്നവരും പറഞ്ഞല്ലോ. അവൻ പറയുന്നതൊന്നും മോൻ കേൾക്കാതിരിക്കുന്നതാണ് നല്ലത്. ലക്ഷ്മി, കണ്ണമോനെ വിളിച്ചോണ്ട് പെട്ടെന്ന് പോകാൻ നോക്ക്. അവൻ ഉറങ്ങുകയാണെങ്കിൽ ഉണരുന്നതിന് മുമ്പ് പോകുന്നതാണ് നല്ലത്. എന്നപ്പോ ചെല്ലു മോളെ. തൽക്കാലം വലിയൊരു അപകടം ഒഴിവായിപ്പോയി. എന്റെ ഈശ്വരാ. അവൻ പറഞ്ഞിട്ട് പോയി കേട്ടില്ലേ, ഒരു ദിവസം നിന്റെ മോൾക്ക് ഇവിടെ നിക്കണോന്ന്. പിന്നെ നിർത്താഞ്ഞ എന്താ? നിർത്തണമെങ്കിൽ നിർത്തും. വിളിച്ചു പറയട്ടെ? പറ. അത് മാത്രമല്ല എല്ലാം പറയും. പ്രതാപനാണ് നിന്റെ മരുമോന്റെ അച്ഛനെ കൊന്നതെന്ന് അവൻ പറയുന്നതിന് മുമ്പ് നീ തന്നെ അങ്ങ് പറ. അതോടെ ഈ ആദി അവസാനിക്കുമല്ലോ. ആ കാര്യത്തിൽ എന്റെ ലക്ഷ്മി മോൾക്കും ചെറിയൊരു അബദ്ധം പറ്റി. അതുകൊണ്ട് മാത്ര ഞാനും അവള് നിങ്ങൾക്കൊപ്പം നിൽക്കുന്നത്. കണ്ണനോട് സത്യം പറയാൻ കഴിയാത്തതിന്റെ സങ്കടമുണ്ട് എന്റെ മോൾക്ക്. കള്ളം പറഞ്ഞ് ശീലിച്ച നാവല്ല എന്റെയും അവളുടേതും. നീയൊക്കെ സത്യവാദികള്. കള്ളം പറയുന്ന നാവ് ഞങ്ങടെ. അതുകൊണ്ട് സത്യവാന്റെ സാവിത്രിമാര് പറയാനുള്ളതൊക്കെ കണ്ണനോട് വിളമ്പ്. അതിനുശേഷം എന്റെ കരുണമോൾക്ക് എന്ത് നഷ്ടം ഉണ്ടായാലും ശരി, നിന്റെ മോൾക്കും പരിക്കുണ്ടാവും. കൂടെ അങ്ങനെ പറഞ്ഞ് ഞങ്ങളെ ഭയപ്പെടുത്തൊന്നും വേണ്ട. അതിനു മാത്രം തെറ്റൊന്നും എന്റെ മോള് ചെയ്തിട്ടില്ല. അവളുടെ മനസ്സിലൊരു കുറ്റബോധമുണ്ട്. വിവാഹം കഴിഞ്ഞിട്ട് ഇത്ര നാളായിട്ടും കണ്ണനോട് സത്യം പറയാത്തതിന്റെ കുറ്റബോധം. അതുകൊണ്ട് മാത്ര എന്റെ മോള് എല്ലാം ഉള്ളിലൊതുക്കി നടക്കുന്നത്. കേട്ടല്ലോ കണ്ണൻ പറഞ്ഞത്. കണ്ണൻ ഞങ്ങൾക്കൊപ്പം വന്നത് ഈ വീട്ടിലേക്ക് വരാനുള്ള കൊതി കൊണ്ടൊന്നുമല്ല, പ്രതാപേട്ടനെ കാണാൻ തന്നെയാ. പ്രതാപേട്ടന്റെ മനസ്സിൽ എന്തോ ഉണ്ടെന്ന് കണ്ണന് പിടികിട്ടി കഴിഞ്ഞു. അതുകൊണ്ട് ഇനിയും അമ്മയുടെ മോനെ കാണാൻ എന്റെ മരുമോൻ വരുമോന്ന് പറയാൻ പറ്റില്ല. അതിനു മുൻപ് അങ്ങേരെ ചികിത്സിപ്പിച്ച് നേരെയാക്കാൻ നോക്ക്.
ലക്ഷ്മിയുടെ ജീവിതം തകരുന്നത് നിങ്ങൾക്കൊക്കെ വേദനയല്ല, അത് സന്തോഷം തന്നെയാ. എന്നാ അതുപോലെയല്ല കരുണയുടെ കാര്യം. അവളെ ഉണ്ണി തള്ളിക്കളഞ്ഞാൽ അത് അമ്മയ്ക്കും പഴയപടിയാകുന്ന അമ്മയുടെ മോനും സഹിക്കാൻ പറ്റിയെന്ന് വരില്ല.